നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. നമ്മളൊക്കെ ഏറെ ആകാംക്ഷയോടുകൂടി കാത്തിരുന്ന ഫൈനലിസിമ പോരാട്ടം, വേൾഡ് കപ്പിന് മുമ്പൊരു തകർപ്പൻ പോരാട്ടം, യൂറോപ്യൻ വമ്പന്മാരും ലാറ്റിൻ അമേരിക്കൻ വമ്പന്മാരും നേർക്ക് നേർ വരുന്ന പോരാട്ടം, അർജൻറ്റീന വേഴ്സസ് സ്പെയിൻ പോരാട്ടം, അത് നടന്നേക്കില്ല എന്ന തരത്തിലുള്ള വാർത്തകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ നമ്മൾ ഒരു റിപ്പോർട്ട് നിങ്ങളിലേക്ക് എത്തിച്ചിരുന്നു. അതായത് സ്പാനിഷ് ഫുട്ബോൾ ഫെഡറേഷൻ RFEF ഈ കളി സാന്റിയാഗോ ബെർനാബ്യൂവിൽ നടത്താൻ വേണ്ടി താല്പര്യപ്പെടുന്നു. യുവേഫയും അതുപോലെ നേരത്തെ ഈ കളി നടത്താൻ വേണ്ടിയിട്ടുള്ള അവകാശം വാങ്ങിയിരുന്ന ഖത്തർ ഫുട്ബോൾ അസോസിയേഷനും അതുപോലെ RFEFും ഒക്കെ ബെർനാബ്യൂവിൽ നടത്താൻ താല്പര്യപ്പെടുന്നു. അർജൻറ്റീനയുടെ ഭാഗത്തു നിന്നുള്ളൊരു യെസ് മാത്രമാണ് ഇനി മിസ് ചെയ്യുന്നത് എന്ന്. അപ്പോൾ അർജൻറ്റീന ആവശ്യപ്പെട്ടത് പറ്റില്ല, അത് ബെർനാബ്യൂ ആയതുകൊണ്ട് മാത്രമല്ല, ഈ സ്പെയിനിൽ പറ്റില്ല, ന്യൂട്രൽ വെന്യൂവിൽ നടത്തണമെന്നാണ് അർജൻറ്റീന ആവശ്യപ്പെട്ടിരുന്നത്. പിന്നെ ചർച്ചകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി. ഇപ്പോൾ അത് ക്യാൻസലേഷൻ്റെ വക്കിലാണ് എന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. TVC സ്പോർട്സ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ സ്പെയിനിൽ നിന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ പറയുന്നത് സ്പെയിന് പറയുന്നത് ബെർനാബ്യൂവിൽ നടത്തണം. അർജൻറ്റീനക്ക് അങ്ങനെയാണെങ്കിൽ അർജൻറ്റീനയിൽ നടക്കട്ടെ, മോണമെൻ്റൽ സ്റ്റേഡിയത്തിൽ, സ്റ്റാഡിയോ മോണമെൻ്റൽ സ്റ്റേഡിയത്തിൽ നടക്കട്ടെ എന്ന് അർജൻറ്റീന നിലപാടെടുത്തു എന്നാണ്. ഏതായാലും ഇപ്പോൾ കോൺമെബോളിൻ്റെ പ്രസിഡന്റ് ഒഫീഷ്യലായിട്ട് അറിയിച്ചിട്ടുള്ള കാര്യം, അദ്ദേഹം ബ്യൂണസ് അയേഴ്സിലേക്ക് പോവുകയാണ്, അർജൻറ്റീനയുമായിട്ട് കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ, കളി എങ്ങനെയെങ്കിലും നടത്താൻ അദ്ദേഹം ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു ഫൈനൽ സൊല്യൂഷൻ ഉണ്ടാകുമോ എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത്. പക്ഷേ നിലവിൽ സ്പാനിഷ് മാധ്യമങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അർജൻറ്റീനയ്ക്ക് പേടിയാണ്. ഈ ഒരു ഘട്ടത്തിൽ സ്പെയിനെ നേരിട്ട് തോൽക്കുകയാണെങ്കിൽ അത് വേൾഡ് കപ്പിന് വളരെ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുമെന്നൊരു പേടി അർജൻറ്റീനക്കുണ്ട് എന്ന തരത്തിൽ ഇപ്പോൾ സ്പാനിഷ് മാധ്യമങ്ങൾ പ്രചരണം തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ വിശദമായിട്ട് നോക്കിയാണ്. എൽ പാരിറ്റാസോ ഡി കോപ്പ് റിപ്പോർട്ട് ചെയ്യുന്നത്, അതായത് സ്പാനിഷ് മാധ്യമമാണ്, സ്പെയിൻ വേഴ്സസ് അർജൻറ്റീന ഈസ് അറ്റ് സീരിയസ് റിസ്ക് ഓഫ് ക്യാൻസലേഷൻ. ക്യാൻസൽ ചെയ്യാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. കാരണം ഇപ്പം ലൗസനും ചിക്കിറ്റാപ്പിയും തമ്മിൽ ഒരു എഗ്രിമെൻറ്റിലേക്ക് എത്തുന്നില്ല. അതായത് സ്പാനിഷ് ഫുട്ബോൾ ഫെഡറേഷൻ്റെ പ്രസിഡൻറ്റും അർജൻറ്റീന ഫുട്ബോൾ ഫെഡറേഷൻ്റെ പ്രസിഡൻറ്റും തമ്മിൽ ഒരു എഗ്രിമെൻറ്റിലേക്ക് എത്തുന്നില്ല. സ്പാനിഷ് ഫെഡറേഷൻ ഓൾറെഡി റയൽ മാഡ്രിഡുമായിട്ട് എഗ്രിമെൻറ്റിലേക്ക് എത്തിയിട്ടുള്ളതാണ് ഈ കളി സാന്റിയാഗോ ബെർനാബ്യൂ സ്റ്റേഡിയത്തിൽ നടത്താമെന്ന്. ലോജിസ്റ്റിക്സിൻ്റെ കാര്യവും സെക്യൂരിറ്റി, മാഡ്രിഡിലെ സെക്യൂരിറ്റിയുടെ കാര്യവും, ഈ കാര്യങ്ങളെല്ലാം ഇപ്പോഴേ അവർ ഒരുക്കി കഴിഞ്ഞിട്ടുണ്ട്. കാരണം പ്ലെയേഴ്സ് സ്പെയിനിലും യൂറോപ്പിലും ഒക്കെ ആയിട്ടാണ് ഉള്ളത്. പക്ഷെ അർജൻറ്റീനക്ക് ഈ കളി സാന്റിയാഗോ ബെർനാബ്യൂവിൽ കളിക്കണ്ട. ഇപ്പോഴത്തെ ഫീലിംഗ് എന്താണെന്ന് വെച്ചാൽ, സ്പാനിഷ് ഫുട്ബോൾ ഫെഡറേഷൻ കരുതുന്നത് അർജൻറ്റീനയ്ക്ക് സ്പെയിനെതിരെ കളിക്കാൻ താല്പര്യമില്ല. കാരണം ഒന്നാമത്തെ കാര്യം, ഇനിയിപ്പോൾ ഖത്തറിൽ നിന്നുള്ള പണം ലഭിക്കില്ല. അർജൻറ്റീനയ്ക്ക് അപ്പം വിസിറ്റർ ടെറിട്ടറിയിൽ, അതായത് സ്പെയിനിൽ വന്ന് കളിക്കാൻ താല്പര്യമില്ല. അതുമാത്രമല്ല, സ്പോർട്ടിംഗ് ഇഷ്യൂസുമുണ്ട്. കളി തോറ്റാലോ എന്നുള്ള ഭയവുമുണ്ട്. കാരണം അവർ മനസ്സിലാക്കുന്നത്, ഇപ്പോൾ സ്പെയിനെ പോലുള്ളൊരു ഫേവറേറ്റ്സിനെ നേരിട്ട് കളി തോൽക്കുകയാണെങ്കിൽ അതൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുമെന്ന് അവർ കരുതുന്നു. ഇതാണ് ഇപ്പോൾ സ്പാനിഷ് ഫെഡറേഷൻ്റെ ഫീലിംഗ് എന്ന് എൽ പാരിറ്റാസോ ഡി കോപ്പ് റിപ്പോർട്ട് ചെയ്യുന്നു. മറ്റു മാധ്യമങ്ങളിലും ഇക്കാര്യം വരുന്നുണ്ട്. RFEFൻ്റെ സ്പോക്സ് പേഴ്സൺ പറഞ്ഞ കാര്യം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് എങ്ങനെയാണ്: ഞങ്ങൾ ഈ കളി നടന്ന സമയത്ത് തന്നെ നടക്കാൻ, എഗ്രിമെൻറ്റിലേക്ക് എത്താൻ വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ആസ് ഓഫ് നൗ ഒരു എഗ്രിമെൻറ്റും എത്തിയിട്ടില്ല. അതിനർത്ഥം അറ്റ് ദി മൊമെൻറ്റ് ദർ ഇസ് നോ കൺഫേംഡ് ഫൈനലിസിമ. ഒരു സൊല്യൂഷൻ തീർച്ചയായിട്ടും കണ്ടെത്തേണ്ടതുണ്ട്. അറ്റ് ദി മൊമെൻറ്റ് സ്പാനിഷ് ഫുട്ബോൾ ഫെഡറേഷൻ ആക്റ്റീവ്ലി അതിനുവേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ന്യൂട്രൽ വെന്യൂവിൽ കളിക്കാനുള്ള ആ ഒരു പ്രപ്പോസൽ ഞങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. കാരണം ഇപ്പോൾ നെഗോഷിയേഷനിൽ ഒരു പുരോഗതിയും നടക്കുന്നില്ല. ഞങ്ങൾ ഏതായാലും ഒരു കോൺക്രീറ്റ് സൊല്യൂഷൻ മുന്നോട്ട് വെച്ചിരുന്നു, അത് സാന്റിയാഗോ ബെർനാബ്യൂ ആണ്. ഞങ്ങളുടെ പ്രപ്പോസൽ എന്ന് പറഞ്ഞാൽ ഈ സ്റ്റേഡിയത്തിൽ കളിക്കുക, അതായത് സാന്റിയാഗോ ബെർനാബ്യൂ കളിക്കുക. ഓൾറെഡി ഞങ്ങൾ ഓർഗനൈസറിൽ നിന്നും റയൽ മാഡ്രിഡിൽ നിന്നും മറ്റ് അതോറിറ്റീസിൽ നിന്നും ഒക്കെ ആവശ്യത്തിനുള്ള പെർമിഷൻ വാങ്ങിയിട്ടുണ്ട്. സെക്യൂരിറ്റി ഒക്കെ ഒരുക്കാനും ഞങ്ങൾ തയ്യാറാണ്. അതോടൊപ്പം തന്നെ ഇനിയിപ്പോൾ ന്യൂട്രൽ അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കണമെങ്കിൽ ടിക്കറ്റ്സ് ഈവൺ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം, അതിനും ഞങ്ങൾ തയ്യാറാണ്. കളി സ്പെയിനിലാണെങ്കിലും ന്യൂട്രൽ എന്നുള്ളൊരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കാൻ വേണ്ടി ടിക്കറ്റ് അതനുസരിച്ച് വിതരണം ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് സ്പാനിഷ് ഫുട്ബോൾ അസോസിയേഷൻ പറഞ്ഞു. അതായത് ലാറ്റിൻ അമേരിക്കക്കാരായിട്ടുള്ള അർജൻറ്റീനക്കാർ പകുതി വന്ന് അവിടെ നിറച്ച് ഇവിടെ സ്പെയിനിലേക്ക് ട്രാവൽ ചെയ്തെത്തി അതൊരു ഈക്വൽ അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കുമെന്ന്. ഇത്
അപ്പോൾ അർജന്റീന ഏതായാലും ഈ കാര്യത്തിൽ ലെസ് കൺവിൻസ്ഡ് ആണ് ഈ ഒരു ഐഡിയയിൽ. അവർ പറയുന്നത് അങ്ങനെയെങ്കിൽ മത്സരം അർജന്റീനയിൽ നടത്തണം, സ്പെയിനിലല്ല അർജന്റീനയിൽ നടക്കട്ടെ. സോ റൈറ്റ് നൗ ദർ ഈസ് നോ കൺഫേംഡ് സ്റ്റേഡിയം ഫോർ സ്പെയിൻ വേഴ്സസ് അർജന്റീന മാച്ച്. ഫെഡറേഷൻസ് പറയുന്നത് അവർ ഇതിൻ്റെ സൊല്യൂഷൻ കണ്ടെത്താൻ വേണ്ടി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വെള്ളിയാഴ്ച, അതായത് ഇന്നത്തെ ദിവസത്തോടു കൂടി ഒരു ഫൈനൽ എഗ്രിമെൻറ്റിലേക്ക് എത്താൻ പറ്റും. കളി നടക്കുമോ ഇല്ലയോ എന്ന തരത്തിൽ ഒരു ഉറപ്പ് പറയാൻ പറ്റുമെന്നാണ് ഫെഡറേഷൻസിൻ്റെ നിലപാട് എന്നുകൂടി സ്പാനിഷ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സിൻ്റെ എത്താം.